ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സിലെപ്പോഴും എന്തെങ്കിലും ചിന്തകൾ പൊന്തിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. മനസ്സൊരിക്കലും അടങ്ങിയിരിക്കുകയില്ല. ഏകദേശം ഒരു കുരങ്ങനെ പോലെയാണത്. അത് ഒന്നുകിൽ കാണാൻ വേണ്ടി കണ്ണിലൂടെ പുറത്തേക്കോടുന്ന ഓരോ വസ്തുക്കളെയും ഒന്ന് കണ്ടാൽ അതുപോലെ മറ്റൊന്ന് കാണുന്നത്. എന്നാൽ കുറേ കണ്ടു മടുക്കുമ്പോൾ പിന്നെ കേൾവിയാണ് വേണ്ടത്. പിന്നെ അത് ചെവിയിലൂടെ വരുന്നു. കാണലും കേൾക്കലും കഴിഞ്ഞാൽ പിന്നെ അതിന് വല്ലതും ഭക്ഷിക്കണം. പിന്നെ രസനേന്ദ്രിയത്തിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും മനസ്സ് അനുനിമിഷം ഓടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള മനസ്സിനെ നാം വേണ്ടാത്ത ചിന്തകൾ വരും, വേണ്ട ചിന്തകൾ വരും. വേണ്ടാത്ത ചിന്തകൾ വന്നാൽ നമുക്ക് അശാന്തിയായിരിക്കും ഫലം. വേണ്ട ചിന്തയാണെങ്കിൽ ശാന്തിയായിരിക്കും ഫലം. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം, ഭക്തിയോടെന്നുമേ നാൾ കഴിച്ചിടണം. ദുഃഖങ്ങളൊന്നുമേ ഇല്ലാതിരിക്കുവാൻ ആത്മാർത്ഥമായി വളർത്തണം സ്നേഹത്തെ. നാം ദുഃഖമില്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിവിടെ വ്യക്തമാക്കി തരികയാണ്. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം. ദുഷിച്ച ചിന്തകൾ ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ തോന്നരുത്. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം, ഭക്തിയോടെന്നുമേ നാൾ കഴിച്ചിടണം. ഭക്തിയോടുകൂടി നമ്മൾ ഓരോ ദിവസവും ചെലവഴിക്കണം. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം, ഭക്തിയോടെന്നുമേ നാൾ കഴിച്ചിടണം. ആ പരമാത്മാവിനെ തന്നെ നിരന്തരം വിചാരം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഇതിലേക്ക് ഒഴുകുന്നതിന് പകരം ആ ഈശ്വരനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടി വേണം ഓരോ ദിവസവും നമ്മൾ കഴിച്ചു കൂട്ടാൻ. ദുഃഖങ്ങളൊന്നുമേ ഇല്ലാതിരിക്കുവാൻ, ഒരു ദുഃഖവും നമുക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാർത്ഥമായി നാം സ്നേഹം വളർത്തണം. ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ സ്നേഹത്തെ വളർത്തിക്കൊണ്ടിരിക്കണം. സ്നേഹം വളർത്തിയില്ലെങ്കിൽ അവിടെ വന്നു ചേരുന്നത് വെറുപ്പായിരിക്കും. വിദ്വേഷം, പക, പ്രതികാരം, ഇതൊക്കെ ഈ സ്നേഹത്തിൻ്റെ അഭാവത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളാണ്. ആ സ്നേഹത്തെ നമ്മൾ മുറുകെ പിടിച്ച് കഴിയുമ്പോൾ മറ്റുള്ള ഒരാളും പിന്നെ മനസ്സിലേക്ക് കയറി വരികയില്ല. ആ സ്നേഹം നിസ്വാർത്ഥമായിരിക്കണം. സ്വാർത്ഥ സ്നേഹമാണെങ്കിൽ എൻ്റെ കാര്യം നേടാൻ വേണ്ടിയാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ ആ കാര്യം നേടിയില്ലെങ്കിൽ സ്നേഹം അവിടെ നിന്നും പോകുന്നു. പിന്നെ അവിടെ കയറിക്കൂടുന്നത് വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, ഇതൊക്കെയായിരിക്കും. അതിനാൽ യഥാർത്ഥമായ സ്നേഹം, നമ്മൾ കാമനയില്ലാത്ത, പ്രതിഫലേച്ഛയില്ലാത്ത, അഹങ്കാരമില്ലാത്ത സ്നേഹം നമ്മുടെ മനസ്സിൽ നാം നിലനിർത്തണം. അതാണ് ഈശ്വര സ്നേഹം എന്ന് പറയുന്നത്. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം, ഭക്തിയോടെന്നുമേ നാൾ കഴിച്ചിടണം. ദുഃഖങ്ങളൊന്നുമേ ഇല്ലാതിരിക്കുവാൻ ആത്മാർത്ഥമായി വളർത്തണം സ്നേഹത്തെ. ദുഃഖമില്ലാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹം വളർത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജന്മസാഫല്യം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ കൈവരുകയുള്ളൂ. ഇതിനു വേണ്ടിയായിരിക്കണം നാം ഓരോരുത്തരും ഇവിടെ ജീവിക്കേണ്ടത്. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ
വീണ്ടും വീണ്ടും മനനം ചെയ്ത് സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുക. ദുശ്ചിന്തയൊന്നുമേ തോന്നാതിരിക്കണം, ഭക്തിയോടെന്നുമേ നാൾ കഴിച്ചിടണം. ദുഃഖങ്ങളൊന്നുമേ ഇല്ലാതിരിക്കുവാൻ ആത്മാർത്ഥമായി വളർത്തണം സ്നേഹത്തെ.